കൊടും ചൂടിന് ആശ്വാസമായി പലയിടത്തും വേനൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ വൈദ്യുതി നിയന്ത്രണത്തിലും ചില ഇളവുകൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. വ്യാഴാഴ്ച 2 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുകയാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. കനത്ത ചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുമ്പോൾ ആശ്വാസമായി വേനൽ മഴയെത്തി. വടക്കൻ കേരളത്തിൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലും ശനിയാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കനത്ത മഴയിൽ എണ്ണപ്പന പിഴുത് ദേഹത്തേക്ക് വീണ് കൊല്ലത്ത് തൊഴിലാളി മരിച്ചു. ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിലാണ് സംഭവം. വിളക്കപ്പാറ ഇടക്കൊച്ചി തടത്തൽ സ്വദേശി സരിതയാണ് മരിച്ചത്. ഓയിൽ പാം എസ്റ്റേറ്റിലെ കാട് വെട്ടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് മിന്നലേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽ മഴ ആശ്വാസമാകുന്നുണ്ടെങ്കിലും വിവിധ ജില്ലകളിൽ കനത്ത ചൂട് തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസായി തുടരുന്നു. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസായും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസായും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. പാലക്കാട് പെരുവെമ്പ് 12 വയസ്സുകാരന് സൂര്യതാപമേറ്റു. തെക്കേ പനംകുറ്റിയിൽ ദീക്ഷിതനാണ് പൊള്ളലേറ്റത്. കുട്ടിയുടെ കഴുത്തിനു ചുറ്റുമാണ് പൊള്ളൽ. കൊല്ലം പോരുവയിൽ 10 വയസ്സുകാരന് സൂര്യതാപമേറ്റു. നടുവിലെ മുറി തുണ്ടുമേലത്ത് ജിബി കവിത ദമ്പതികളുടെ മകൻ ദേവനന്ദിനാണ് സൂര്യാഘാതമേറ്റത്. പുറത്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.